ഹായ്, സക്കുലൻ ഡയറി എന്ന യൂട്യൂബ് ചാനലിലോട്ട് ഏവർക്കും സ്വാഗതം. മെക്സിക്കൻ നാടുകളാണ് ഈ ഒരു പ്ലാന്റിൻ്റെ ജന്മദേശം. ഇതാണ് ബ്ലൂ ബേർഡ് എന്ന് പറയുന്ന പ്ലാന്റ്. ഇത് ക്രസുലേഷ്യ ഫാമിലിയിൽ വരുന്ന ഈച്ചവേരിയ ജീനസ് വരുന്നത് ഈച്ചവേരിയാണ്. ആ ഒരു ഫാമിലിയിൽ പെട്ട ആൾക്കാരാണ് കേട്ടോ. ഇതിൻ്റെ നല്ലൊരു സിൽവറി കളറിലുള്ള ഒരു ബ്ലൂയിഷ് സിൽവറി കളറുള്ള ഒരു കോട്ടിങ് വരുന്നുണ്ട്. ഇതിന് നല്ല ഭംഗിയാണ് ഇതിൻ്റെ ഈ റോസറ്റ് ഈ ലീവ്സിന് കാണാൻ. ഇത് മാക്സിമം 25 സെൻറ്റിമീറ്റർ വരേക്കും വിഡ്ത്ത് വരും. മാക്സിമം ഒരു 25 സെൻറ്റിമീറ്റർ വരേക്കും വരും. ഇതിൻ്റെ ഈ കളർ തന്നെയാണ് ഇതിൻ്റെ അട്രാക്ഷൻ എന്ന് പറയുന്നത്. ഇതിൻ്റെ പ്രൊപ്പഗേഷൻ വരുന്നത് ഇതിൻ്റെ ഇലകളിൽ നിന്നാണ്. ഇലകളിൽ നിന്നും മാത്രമല്ല, സൈഡിൽ നിന്ന് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ഷൂട്ട്സ് വരും. അങ്ങനെയാണ് ഇതിൻ്റെ പ്രൊപ്പഗേഷൻ വരുന്നത്. നമുക്കിതിൻ്റെ കുറച്ചും കൂടി വലിയൊരു പ്ലാന്റ് ഉണ്ട്, അതും ഇതിൻ്റെ പ്രൊപ്പഗേഷനും നമുക്കൊന്ന് കണ്ടാലോ. ബ്ലൂ ബേർഡ് ഈച്ചവേരിയയ്ക്കും പോട്ടിംഗ് മിക്സ് വരുന്നത് നമ്മുടെ സാധാരണ സോയിൽ, കോക്കോപ്പിറ്റ് വളരെ കുറച്ച് മതി. ലീഫ് മോൾഡ് അഥവാ കരിയില പ്ലസ് കുറച്ച് പെർലൈറ്റിന് പകരം നിങ്ങൾക്ക് മണലോ ചരലോ ഒക്കെ ഉപയോഗിക്കാം. കുറച്ച് ഉണങ്ങിയ ചാണകപ്പൊടിക്ക് ബദലായിട്ട് നമുക്ക് വെർമി കമ്പോസ്റ്റ് പൗഡർ ഉപയോഗിക്കാം. ഇത്രയാണ് പോട്ടിംഗ് മിക്സ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കേണ്ടത്. നല്ല പോട്ടിംഗ് മിക്സ് ഉണ്ടെങ്കിൽ മാത്രമാണ് സക്കുലൻസ് മാത്രമല്ല എല്ലാ ചെടികളും നന്നായി വളരുകയുള്ളൂ. സോ നല്ലൊരു പോട്ടിംഗ് മിക്സാണ് നമുക്ക് ഇവർക്ക് ആദ്യം കൊടുക്കേണ്ടത്. ഇവരുടെ നല്ലൊരു ഗ്രോത്തിന് വേണ്ടി നല്ലൊരു പോട്ടിംഗ് മിക്സ് തയ്യാറാക്കേണ്ടതാണ്. ഇവരെയുള്ള 25 ഡിഗ്രി മുതൽ 50 ഡിഗ്രി 25 മുതൽ 50 ഡിഗ്രി വരെ ടെമ്പറേച്ചറിൽ വളരാൻ പറ്റുന്ന ഒരു ചെടിയാണിത്. ഇതിന് സൺലൈറ്റ്, ഒരിക്കലും ഇത് ഇൻഡോർ പ്ലാന്റ് അല്ല, സെമി ടു ഫുൾ സൺലൈറ്റിൽ വളരാവുന്ന ഒരു പ്ലാന്റാണ്. ഫുൾ സൺലൈറ്റ് ഡെയിലി സൺലൈറ്റ് കിട്ടണം, എങ്കിൽ മാത്രമാണ് ഇത് നന്നായി വളരുകയുള്ളൂ. സൺലൈറ്റ് ഇല്ലെങ്കിൽ ഇത് സ്ട്രെച്ചായിട്ട് ഒരു ഭംഗിയില്ലാതായി പോകും. എല്ലാ സക്കുലൻസിനും അത്യാവശ്യം സൺലൈറ്റ് വേണ്ട പ്ലാന്റ്സ് ആണ്. ചിലത് മാത്രമാണ് വളരെ കുറഞ്ഞ സൺലൈറ്റിൽ വളരുന്ന പ്ലാന്റ്സ് ഉള്ളൂ. പിന്നെ വരുന്നത് വാട്ടറിങ് ആണ്. വാട്ടറിങ് നമുക്ക് നന്നായി ഡ്രൈ ആകുമ്പോൾ നമുക്ക് നന്നായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് വെള്ളത്തിൽ ഇങ്ങനെ മുങ്ങിക്കെട്ടി നിൽക്കാൻ പാടില്ല. പോട്ടിംഗ് മിക്സിൽ നല്ല ഡ്രെയിൻഡ് ആയിട്ടുള്ള പോട്ടിംഗ് മിക്സ് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ വൺസ് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ തന്നെ ആ വെള്ളം മുഴുവൻ ഊർന്നു പോകും. ആവശ്യത്തിനുള്ള വെള്ളം മാത്രമേ അപ്പോൾ അതിൽ നിൽക്കുള്ളൂ. ഒന്നിടവിട്ട ദിവസങ്ങളിൽ നമുക്ക് നനച്ചു കൊടുക്കാവുന്നതാണ്. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഈ ഒരു പ്ലാന്റ് നമുക്ക് നന്നായിട്ട് വളർത്തിയെടുക്കാവുന്നതാണ്. ഇതിൻ്റെ പ്രൊപ്പഗേഷൻ വരുന്നത് ലീഫിൽ നിന്നും അതുപോലെ തന്നെ സൈഡ് ഷൂട്ടിൽ നിന്നുമാണ്. സൈഡ് ഷൂട്ട് എന്ന് പറഞ്ഞു വെച്ചാൽ ഇതുപോലെ സൈഡിൽ നിന്ന് കുഞ്ഞു പ്ലാന്റ്സ് വരും, അതിനെ നമുക്ക് പറിച്ച് മാറ്റിയെടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് ഈ ലീവ്സിൽ നിന്ന് കുഞ്ഞുങ്ങൾ ഉണ്ടാക്കിയെടുക്കാം. എക്സാമ്പിൾ ഇതാ ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്, കണ്ടോ, കുഞ്ഞു കുട്ടികൾ വരുന്നുണ്ട്. ഇങ്ങനെയുള്ള ലീവ്സുകൾ ഡ്രൈ ആയിട്ടുള്ള മണ്ണിൽ ഇട്ട് വെച്ച് കഴിഞ്ഞ് വെച്ചാൽ ഒരു 14 ഡേയ്സ് കഴിയുമ്പോൾ ഇങ്ങനെയുള്ള കുഞ്ഞ് ബേബീസ് അതിൽ നിന്ന് വരാൻ തുടങ്ങും. ആ ബേബീസിന് ആവശ്യമുള്ള എല്ലാ ഫുഡും ഈ ഒരു ലീഫിൽ തന്നെ അതിൻ്റെ അമ്മ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അവസാനം ഇതിങ്ങനെ ഒരു കുഞ്ഞ് ബേബി പ്ലാന്റ് ആയിട്ട് മാറും. ഇത്രയും ബേബി ആകുമ്പോൾ നമുക്കിതിനെ കുഞ്ഞു കുഞ്ഞു പോട്ടുകളിലോട്ട് മാറ്റി നടാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ പ്രൊപ്പഗേഷൻ വരുന്നത്. ഇപ്പോൾ എല്ലാവർക്കും ഉള്ളൊരു സംശയമാണ്, ഈ ഒരു ഓരോ പ്ലാന്റും പെറ്റ് ഫ്രണ്ട്ലി ആണോ, അഥവാ ഇതിൻ്റെ ഇലകൾക്കോ ഈ ചെടിയിലോ എന്തെങ്കിലും വിഷാംശങ്ങൾ ഉണ്ടോ എന്നുള്ളത്. ഈ ഒരു പ്ലാന്റ് പെറ്റ് ഫ്രണ്ട്ലി ആണ്. ഇതിലൊരു ടോക്സിക് തിങ്സും അടങ്ങിയിട്ടുമില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കുഞ്ഞുങ്ങളും പെറ്റ്സും ഉള്ള വീട്ടിൽ ധൈര്യമായിട്ട് വളർത്താവുന്നതാണ്. ടോക്സിക് ഫ്രീ ആയിട്ടുള്ളൊരു പ്ലാന്റാണിത്.